സംസ്ഥാനത്തെ സ്കൂളുകളും കോളേജുകളും ജൂൺ 2 തുറക്കാൻ പോകുകയാണ്. മുൻകാലങ്ങളിൽ കാലവർഷം വരും, പെരുമഴ വരുമെന്നൊക്കെയായിരുന്നു രക്ഷകർത്താക്കളുടെയും വീട്ടുകാരുടെയും ഭീതി. പക്ഷേ ഇപ്പോൾ ആ ഭീതി മറ്റൊരു തരം ഭീതിയിലേക്കും ഭയത്തിലേക്കും മാറിയിരിക്കുന്നു. കഞ്ചാവും MDMA അടക്കമുള്ള ലഹരി വസ്തുക്കൾ വിൽക്കുന്ന റാക്കറ്റുകളും ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ വലയിട്ട് പിടിക്കാനായി പാറിപ്പറന്നെത്തും എന്നൊരു സൂചന കൂടി കഴിഞ്ഞ 1-2 വർഷങ്ങളായി കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെ തടയിടാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കാത്തിരിക്കുകയാണ്. ശ്രമങ്ങൾ തുടരുകയാണ് സംസ്ഥാനത്തെ എക്സൈസ് പോലീസ് വകുപ്പുകളും. കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലാ അതിർത്തിയായ ആര്യങ്കാവിൽ വെച്ച് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് പിടികൂടിയത് 1-2 13.5 കിലോ കഞ്ചാവിൻ്റെ പൊതിയാണ്. അതും കാറിന് പിന്നിലെ ബമ്പറിനുള്ളിൽ അതിവിദഗ്ധമായി ഒളിപ്പിച്ച് കടത്തിയത്. ഇത് എക്സൈസ് സ്ക്വാഡ് എങ്ങനെ കണ്ടെത്തിയെന്നല്ലേ? അതിനാണ് ഈ ഉദ്യോഗസ്ഥരെ സ്പെഷ്യൽ സ്ക്വാഡിൽ നിയോഗിച്ചിരിക്കുന്നത്. ഈ വേട്ടിൽ പിടിയിലായത് നല്ല സ്റ്റൈലൻ പേരുകാരായ പ്രതികളാണ്. ബെല്ലാരി സുനി, പട്ടർ പ്രശാന്ത്, പിന്നെ രാജേഷ്. സ്കൂളും കോളേജും തുറക്കുന്ന കാലമല്ലേ? സാമൂഹിക പ്രതിബദ്ധതയുടെ പേരും പറഞ്ഞ് എക്സൈസ് ഉദ്യോഗസ്ഥർ സ്കൂളുകളെയൊന്നും പരാമർശിക്കുന്നില്ലെങ്കിലും ഈ കടത്തുകാരുടെ ലക്ഷ്യം സ്കൂളും കോളേജും തുറക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന വിൽപ്പന തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും തിരുവനന്തപുരം നഗര ഹൃദയത്തിൽ നിന്നും കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡിൻ്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ G. കൃഷ്ണകുമാർ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരും തിരുവനന്തപുരം IB യൂണിറ്റിലെ ഉദ്യോഗസ്ഥരും തിരുവനന്തപുരം എക്സൈസ് സർക്കിൾ പാർട്ടിയും ചേർന്ന് നടത്തിയ പരിശോധനയിൽ ചാക്ക ITക്ക് സമീപമുള്ള ഒരു വീടിൻ്റെ ഹാൾ മുറിയിലും ശുചിമുറിയിലും നിർമ്മിച്ചിരുന്ന രഹസ്യ അറകൾക്കിടയിൽ നിന്നും കണ്ടെടുത്തത് അതും 1-2 12 കിലോഗ്രാം കഞ്ചാവും 2 ഗ്രാം MDMA. ഇതാ കണ്ടില്ലേ? അതിവിദഗ്ധമായി ആ വീട്ടിൻ്റെ ഉള്ളിൽ ഹാൾ മുറിയിലെ ചുവരിനുള്ളിൽ അലങ്കാരപ്പണികൾ എന്ന രീതിയിൽ തടി കൊണ്ടുണ്ടാക്കിയ രഹസ്യ അറകൾ, പിന്നെ ശുചിമുറികളിലെ വാഷ് ബേസിന് താഴെയായി ചുമരിലും ഇളക്കിയെടുക്കാൻ കഴിയുന്ന കബോർഡിനുമിടയിലും വേറെയുമുണ്ട് രഹസ്യ അറകൾ. അവിടെ കഞ്ചാവ് പൊതികൾ അട്ടിയായി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും കൂടെ താമസിക്കുന്ന വീട്ടുകാരുടെ ശ്രദ്ധയിൽ എങ്ങനെ പെടാതിരിക്കുമെന്നതാണ് സംശയം. നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതിയായ ഹനീഫ് ഖാൻ എന്നയാളെ ആ വീട്ടിൽ നിന്നും പിടികൂടുകയും ചെയ്തു. 2024 ഹനീഫ് ഖാനെ കാറിൽ രഹസ്യ അറയുണ്ടാക്കി കടത്തിക്കൊണ്ടുവന്ന 18 കിലോ കഞ്ചാവുമായി സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് പിടികൂടിയിരുന്നു. ഇവിടെ ഇപ്പോൾ ചാക്കയിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്ത പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ G. കൃഷ്ണകുമാർ, എക്സൈസ് ഇൻസ്പെക്ടർമാരായ KV വിനോദ്, TR മുകേഷ് കുമാർ, RG രാജേഷ്, DS മനോജ് കുമാർ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രകാശ്, ബിജിരാജ്, പ്രിവൻറ്റീവ് ഓഫീസർ ഷാജു, പ്രിവൻറ്റീവ് ഓഫീസർ ഗ്രേഡ് M. വിശാഖ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുബിൻ, രജിത്, ശ്രീനാഥ്, ശരത് എന്നിവരും തിരുവനന്തപുരം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ റജിലാലും പാർട്ടിയുമുണ്ടായിരുന്നു. കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് കണ്ണികളെ കണ്ടെത്തുന്നതിനുള്ള തുടർ നടപടികൾ തിരുവനന്തപുരം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ റജിലാൽ നിർവഹിക്കുന്നതാണ്. എന്തായാലും ജൂൺ മാസത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളും കോളേജുകളും തുറക്കുന്നതിന് മുമ്പ് തന്നെ തിരുവനന്തപുരം നഗരഹൃദയത്തിൽ നിന്നും ഇത്രയും കഞ്ചാവ് പിടികൂടിയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ്.